ഉണ്ണിമുകുന്ദൻ വീണ്ടും വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. മുമ്പ് പല സിനിമകളുടെ പേരിലൊക്കെ ആയിരുന്നു വിവാദം, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു മാനേജറെ മർദ്ദിച്ചു എന്ന് പറയുന്നതാണ്. നിലത്തിട്ട് ചവിട്ടിയെന്നും കണ്ണട ചവിട്ടി പൊട്ടിച്ചു എന്നും ഒക്കെയാണ് പറയുന്നത്. ഒരു സിനിമയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് അയാൾ പരാതിയും കൊടുത്തിരിക്കുന്നു. ശരിക്കും ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? സിനിമയുടെ പേരിൽ മാത്രമല്ല നേരത്തെ വിവാദം ഉണ്ടായത്. മേജർ രവിയെ അടിക്കാൻ ചെന്നു എന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. പിന്നെയും കുറേ വിവാദങ്ങളുണ്ട്. ഒരു സ്ത്രീ കൊടുത്ത പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് പുറത്തും ഉണ്ണിമുകുന്ദനെ കുറിച്ച് പരാതികളുണ്ട്. പക്ഷേ ഉണ്ണിമുകുന്ദനോട് എന്താണ് പറയുക, ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് ഒരിഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഉണ്ണിമുകുന്ദൻ ഒരു ഗോഡ് ഫാദറില്ല. വളരെ സാധാരണ നിലയിൽ നിന്നും വന്ന, കേരളത്തിലല്ല ജനിച്ചതും വളർന്നതും പഠിച്ചതും ഹൈദരാബാദിലാണ്. അവിടുന്ന് കേരളത്തിൽ വന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനാണ്. സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് വന്നത്. പിന്നീട് നടനായി മാറി. ആദ്യകാല സിനിമകളൊന്നും വിജയിച്ചില്ല. അതിൻ്റെ കാര്യം ആകാര സൗഷ്ഠവമുണ്ട്, നല്ല മുഖമുണ്ട്, കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപമൊക്കെ ഉണ്ട്. പക്ഷേ അഭിനയം വളരെ പുറകിലാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം സിനിമ വിജയിക്കാതെ പോയത്. അല്ലെങ്കിൽ എടുത്ത സബ്ജക്റ്റ്, ആ കണ്ടൻറ്റ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ജനങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ആ സിനിമ നല്ല സിനിമയായിരുന്നു, ഞാൻ കണ്ട സിനിമയാണ്. പിന്നീട് ഇങ്ങോട്ടറിയാം, മാർക്കോ എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ വലിയ ഹിറ്റായി മാറി. അങ്ങനെ ഒരു ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന ഇമേജിലേക്ക് വരുന്നു. ഒരു പരിധിവരെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ പറഞ്ഞു സൂപ്പർ സ്റ്റാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് നരേന്ദ്രമോദിയെ കാണുന്നതും BJP ബന്ധവും ഒക്കെ ഉണ്ടാകും. ഉടനെ സംഖ്യയാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം മാറ്റി നിർത്തി. ശരിക്കും സിനിമ കാണുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അങ്ങനെ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല സിനിമ കാണുന്നു. അങ്ങനെയുണ്ടെങ്കിൽ മാർക്കോ വിജയിക്കില്ലായിരുന്നു. എന്നാൽ ഒന്ന് രണ്ട് സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പഴയ ഈ പേരുദോഷങ്ങളുണ്ടല്ലോ, മേജർ രവി ഇഷ്യൂ, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായത് മനുഷ്യൻ മറന്നുപോയി. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവവും ഒരു മാസം കഴിയുമ്പോൾ മനുഷ്യൻ മറക്കും. ഈ ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഫെഫ്റ്റയിലെ ഒരു PRO യൂണിയനിലെ അംഗമാണ്. അദ്ദേഹം ഒരു മാനേജർ മാത്രമായിരുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ PR വർക്ക് കൂടെ ചെയ്യുന്ന ആളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വേർഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ അസോസിയേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. കാരണം ഒരു അസോസിയേഷൻ കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, അവൻ പറയുന്നത് കേട്ടാൽ, ആ സംഭവത്തെക്കുറിച്ച് നരേറ്റ് ചെയ്ത് കേട്ടപ്പോൾ വളരെ വേദന തോന്നിയതാണ്. നടനായിക്കോട്ടെ, സംവിധാനമായിക്കോട്ടെ, നിർമ്മാതാവ്, ആരും ആരോടും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവനോട് പെരുമാറിയെന്നാണ് പറയുന്നത്. ഇനി അത് പരാതിക്കാരൻ്റെ വേർഷനാണ്. ഉണ്ണിയുടെ വേർഷൻ കേട്ടാലേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും അവനവൻ്റെ ഭാവം ന്യായീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിന് ഈ പരാതിക്കാരൻ പറയുന്ന വിഷയം, ടൊവിനോ തോമസിൻ്റെ പടത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം എഴുതിയതുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചെന്നാണ് പറയുന്നത്. അത് ആ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ആ കാര്യമായതുകൊണ്ട് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വിചാരിക്കും, മറ്റൊരു നടനെ നന്നാക്കി പറഞ്ഞതുകൊണ്ട്, നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അസൂയയുടെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാകുന്നുണ്ട്? അത് ജനങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഒരു നടനെക്കുറിച്ച് നല്ലത് എഴുതിയപ്പം പറഞ്ഞു എന്ന് പറയും. ഇനി അത് തന്നെയാണോ കാര്യം? ഇനി സാമ്പത്തിക ഇടപാടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ഏതെങ്കിലും നിർമ്മാതാക്കളുമായിട്ട് ഇയാൾ വല്ലതും ബന്ധമുണ്ടോ? ഇതൊക്കെ പിന്നീട് അറിയേണ്ട വിഷയങ്ങളാണ്. എന്തായാലും പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് ഇതാണ്. ഈ അറിവ് അത് കേൾക്കുന്നവർക്ക് വിഷമമുണ്ടാകും. ഞാനിവിടെ എല്ലാ നടന്മാരോടും എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പോൾ ഉണ്ണിയായിട്ട് ഞാൻ സിനിമ ചെയ്യാനായിട്ട് എല്ലാം റെഡിയായി ഫുൾ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്ത സിനിമയുണ്ട്, ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ എന്ന് സൂപ്പർ സ്റ്റാറല്ല. നിർഭാഗ്യവശാൽ ഷൂട്ട് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണ് ആ പടം ക്യാൻസലാവും. അതിന് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഉണ്ണി നിരപരാധിയാണ് അതിൽ. അപ്പോൾ ആ ഉണ്ണി അന്ന് മേടിച്ച അഡ്വാൻസൊക്കെ പിന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ തമ്മിൽ ആ സമയത്ത് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാനൊരു സാധു പയ്യൻ, എൻ്റെ മകനന്ന് 10 വയസ്സേ ഉള്ളൂ, അവനുമായിട്ട് ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ ചെറുപ്പക്കാരെന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാർഡത്തിലേക്ക് വരുമ്പോൾ ആ പറയുന്ന ലാളിത്യമൊക്കെ ചിലപ്പോൾ മാറും. വില കൂടിയ കാറ് മേടിക്കും, വില കൂടിയ ഫ്ലാറ്റ് മേടിക്കും, പിന്നെ ബന്ധങ്ങൾ അതുപോലെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ പഴയ ബന്ധങ്ങളൊന്നും ഓർത്തെന്ന് വരില്ല. ഞാനിത് സാഹചര്യവശാൽ പറഞ്ഞെന്ന് മാത്രം. ഇനി ഉണ്ണിമുകുന്ദൻ ഷോർട്ട് ടെമ്പേർഡാണ്. എന്തെങ്കിലും കേട്ട പെട്ടെന്ന് വൈകാരികമായിട്ടങ്ങ്
ഇടപെടും. ഞാൻ ഇവരോടൊക്കെ പറയാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, എനിക്ക് പരിചയമുള്ളവരോടൊക്കെ സിനിമയിലുള്ളവരോട് പറയാറുണ്ട്, നിങ്ങൾ മോഹൻലാലാകണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലുമായി ദേഷ്യപ്പെട്ടതോ ആരെങ്കിലുമായി പ്രശ്നം ഉണ്ടാക്കിയതോ കേട്ടിട്ടുണ്ടോ മോഹൻലാലിനെ കുറിച്ച്? ഇല്ല. മമ്മൂട്ടി പോലും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്, അത് അയാളുടെ സ്വഭാവമാണ്. എന്നാൽ മോഹൻലാലിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ ആഘോഷ പരിപാടികളുമായിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞത്, എനിക്കൊരു സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ ഒരേ മാനസികാവസ്ഥയിലാണ്. പരാജയപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്നെക്കുറിച്ചല്ല, അതിന് സംവിധായകൻ, അതിന് നിർമ്മാതാവ്, അവർക്ക് വിഷമമുണ്ടാവുമല്ലോ എന്ന് ഞാൻ ആലോചിക്കും. വിജയിക്കുമ്പോഴും ഞാൻ എന്നെക്കുറിച്ചല്ല ആലോചിക്കുന്നത്, എൻ്റെ നിർമ്മാതാവിനും സംവിധാനവും ഒക്കെ അത് ഒരു ബൂസ്റ്റ് ആവുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണ് മോഹൻലാൽ പറയുന്നത്. അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞപ്പോൾ എമ്പൂരാൻ എന്ന സിനിമ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം അപവാദങ്ങളുണ്ടായി ഇല്ലേ? അദ്ദേഹത്തിൻ്റെ കേണൽ പദവി അത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞില്ലേ? രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞില്ലേ? എവിടെങ്കിലും മോഹൻലാൽ പ്രതികരിച്ചുണ്ടോ? അത് പ്രതികരിക്കാതിരിക്കുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് ചിലർ പറയും. അല്ല, പ്രതികരിച്ചതെല്ലാം സമചിത്തതയോടുകൂടിയായിരുന്നു, വളരെ സമചിത്തതയോടെ. അപ്പോൾ ഏതൊരാൾക്കും, അതായത് ഒരു പദവിയിലേക്ക് എത്തുന്ന, ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ഉപയോഗിക്കുന്ന വാക്കുകൾ 2 ആവർത്തി ആലോചിക്കണം, ചെയ്യുന്ന പ്രവൃത്തികൾ 10 ആവർത്തി ആലോചിക്കണം. ഞാനത് ചെയ്യാൻ പാടുണ്ടോ? അത് സമൂഹത്തിൽ പരത്തിവിടുന്ന വാർത്തകൾ എന്തായിരിക്കും? ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഉണ്ണി മുകുന്ദനെതിരെ എന്തെല്ലാം സംസാരങ്ങളാണ് ഉണ്ടാകുന്നത്. അവൻ അഹങ്കാരിയായിപ്പോയി, അവൻ സംഖ്യയായതുകൊണ്ടാണ്, രാഷ്ട്രീയക്കാരെ രക്ഷപ്പെടുത്താനുള്ളത് കൊണ്ടാണ്. ഒരിക്കലും ഉണ്ണി മുകുന്ദൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എല്ലാവരും പറയുന്നത്. വ്യാഖ്യാനങ്ങൾ വരും. ആ വ്യാഖ്യാനങ്ങൾ വരും, അത് സ്വാഭാവികമാണ്. ബഹുജനം പലവിധം. ഈ സമൂഹത്തെ നയിക്കുന്നത് ചിന്തയല്ല, വികാരമാണ് എന്ന് ഞാൻ പറയാം. ചിന്തിക്കാൻ സമൂഹത്തിന് പറ്റില്ല. ഒരാൾ അടിക്കട അവനെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടും എന്ന് പറഞ്ഞ പോലെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ. അപ്പോൾ ഇത് ഉണ്ണി മുകുന്ദൻ ആലോചിക്കേണ്ടതായിരുന്നു ഈ കാര്യം. ഇനി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ഉണ്ണി മുകുന്ദൻ വലിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹം എന്താണ് പറയാൻ പോകുന്നത്? അയാൾ പണം കൊടുത്ത് ഒതുക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയോടെ അയാളുടെ കേസ് തേച്ച് മാച്ച് കളഞ്ഞു എന്നല്ലേ പറയും. അതെ, ഒത്തുതീർപ്പായാലും അങ്ങനെ വരും. ഒത്തുതീർപ്പായാലും അങ്ങനെ വരും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഈ വിഷയങ്ങളിൽ ഇടപെടരുത്. ഇപ്പോൾ ആ മാനേജർ അയാളെന്തായാലും ഇയാളെ തകർക്കാൻ വേണ്ടി ഒന്നും ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഉണ്ണി മുകുന്ദന്, ഇനിയിപ്പോൾ ഉണ്ണി മുകുന്ദനെ വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെ അയാളുടെ വേണ്ടപ്പെട്ടവരുമായി സംസാരിക്കാം, അയാൾ ഉൾപ്പെട്ടിട്ടുള്ള സംഘടനയുമായി സംസാരിക്കാം. ഇപ്പോൾ അയാൾ ഫെഫ്ക PRO യൂണിയനിലെ മെമ്പറാണ്. ഉണ്ണി മുകുന്ദൻ അതറിയാം. ഉണ്ണി മുകുന്ദൻ നേരെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് ഫെഫ്കയ്ക്ക് ഒരു ലെറ്റർ തരട്ടെ, ഇയാളിങ്ങനെ അധിക്ഷേപം പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ മോശമായി ചിത്രീകരിച്ചു, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, അത് തന്നിരുന്നെങ്കിൽ വളരെ ഭംഗിയായി തീർക്കുമായിരുന്നല്ലോ. ഒരാളെ ഉപദ്രവിച്ചാൽ, കൈക്കരുത്തുണ്ടെങ്കിൽ ഒരു സാധുവിനെ ഉപദ്രവിക്കാം, അത് വിജയമാണ്. ഇപ്പോൾ മേജർ രവിയെ ഞാൻ പറഞ്ഞു കേട്ടത് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ഉയർത്തി എന്നാണ് പറയുന്നത്. അയാൾ ഒരു പട്ടാളക്കാരനാണ്, ഒരു എക്സ് മിലിറ്ററിയാണ്. പക്ഷേ ഇപ്പോൾ ആരോഗ്യപരമായി മോശമാണ്, ഉണ്ണി അതിനേക്കാൾ ആരോഗ്യവാനാണ്. ഉണ്ണിയോട് എതിരിടാൻ പറ്റിയെന്ന് വരില്ല. നമുക്കെതിരിടാൻ കഴിയില്ല എന്ന് കരുതുന്നവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതാണോ ആണത്തം? ഉണ്ണി ഞാനൊരു വളരെ സ്നേഹിക്കുന്ന ഒരു നടനെന്ന നിലയ്ക്ക് അയാളുടെ വളർച്ചയിൽ ഒരിക്കൽ എൻ്റെ ചാനലിൽ വീഡിയോ വരെ ചെയ്തിരുന്നു. അയാളുടെ മേപ്പടിയാൻ സിനിമ സക്സസ് ആയി. ഉണ്ണിയെ എല്ലാവരും പുറംകാലിനടിച്ചതാണ്, മലയാള സിനിമ ഉപേക്ഷിച്ചതാണ്. പക്ഷേ സ്വന്തം പരിശ്രമത്താലെ കയറി വന്ന നടൻ, ഒരു ഗോഡ് ഫാദറുമില്ലാതെ സിനിമയിൽ വന്നയാളാണ്. പക്ഷേ പൊസിഷനിലെത്തുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കാം, പക്ഷേ അതുപോലും മാറ്റിയെടുക്കണം. അതെങ്ങനെ മാറ്റിയെടുക്കണമെന്ന് ചോദിച്ചാൽ, ഉണ്ണി കുറച്ച് സ്പിരിച്വൽ കൂടിയാണെന്നാണ് എൻ്റെ വിചാരം. മെഡിറ്റേഷനിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും, ഉറപ്പായിട്ടും. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. അതുമാത്രമല്ല, ഒരു പൊതു സ്ഥലത്ത് പോയിട്ടൊരു ബഹളം ഉണ്ടാകുകയാണെങ്കിൽ പോലും ഞാൻ സംസാരിക്കാതിരിക്കും.
നമ്മളും കൂടെ സംസാരിച്ച് അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ജീവിതാനുഭവമാണെന്ന് പറയും. ഉണ്ണിയെപ്പോലെ ഒരാൾ ജീവിതാനുഭവങ്ങൾ നേടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉണ്ണി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കാൻ ഞാനാളല്ല, അത് നിയമം വ്യാഖ്യാനിക്കട്ടെ. പക്ഷേ ഈ സംഭവത്തിൽ എൻ്റെ പ്രതികരണം ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.